പത്തനംതിട്ട റാന്നിയിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ നിർബന്ധമായും മാറണമെന്ന നിർദ്ദേശം. ശബരിമല മേഖലയിൽ കനത്ത മഴയെ തുടർന്ന് മൂഴിയാർ ഡാം ഇന്ന് തുറന്നേക്കും. വിവരങ്ങളുമായി സുജൂട്ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജൂട്ടി ബാബു, ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ്. ശബരിമല മേഖലയിലും കനത്ത മഴ തുടരുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അശ്വത, വീണ്ടും പത്തനംതിട്ട ജില്ല പ്രളയഭീതിയിലായിരിക്കുകയാണ്. നമുക്കറിയാം, പ്രളയക്കെടുതി അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയത്തിൻ്റെ ദുരന്തം ഇപ്പോഴും പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾ പേറുകയാണ്. പ്രധാനമായി കോഴഞ്ചേരി, അതുപോലെ അപ്പർ കുട്ടനാട് മേഖലയായ തിരുവല്ലയിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും വെള്ളക്കെട്ട് ഒഴിഞ്ഞ സാഹചര്യമല്ല. ആശ്വാസമായിരുന്നത് റാന്നിയാണ്. റാന്നിയിലെ വെള്ളക്കെട്ട് ഏതാണ്ട് പൂർണ്ണമായി ഒഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറുകയാണ്. വീണ്ടും പ്രളയ മുന്നറിയിപ്പുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ശബരിമല വനമേഖലയിൽ അതിശക്തമായ മഴയാണ് തുടരുന്നത്. ഇത് പമ്പാ നദി വഴി റാന്നിയിലേക്കാണ് ഈ വെള്ളം ആദ്യം ഒഴുകിയെത്തുക. അതുകൊണ്ട് തന്നെയാണ് റാന്നിയിലെ സ്ഥിതി ആശങ്കാജനകപ്പെടുത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൂഴിയാർ ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിയുകയും ചെയ്തു. ഇപ്പോൾ പരമാവധി സംഭരണ ശേഷിയുടെ അടുത്ത് ജലം എത്തിയിരിക്കുകയാണ്. 92 അടിയോളം അടുത്തെത്തുന്നു. ആ സാഹചര്യത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി മുന്നറിയിപ്പ് നൽകി സൈറൻ മുഴക്കി ഒരുപക്ഷെ ജലം തുറന്നുവിടാൻ സാധ്യതയുണ്ട്. മൂഴിയാർ അണക്കെട്ട് എന്ന് പറയുന്നത് വലിയ ഒരു അണക്കെട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ജലം റാന്നിയിലേക്കായിരിക്കും ആഴ്ചയും ഒഴുകിയെത്തുക. അതുകൊണ്ട് റാന്നിയിൽ അങ്ങനെ അണക്കെട്ട് തുറന്നുവിട്ടാൽ ആ ജലനിരപ്പ് ഉയരാൻ വലിയ സാധ്യതയുണ്ട്. അണക്കെട്ട് തുറന്നുവിടുക മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ശബരിമല വനമേഖലയിൽ പെയ്യുന്ന ശക്തമായ മഴ ആദ്യം അവിടെ നിന്നെത്തുന്ന ജലവും ആദ്യം എത്തുന്ന റാന്നി പട്ടണത്തിലായിരിക്കാം. അതുകൊണ്ട് തന്നെ റാന്നിയിൽ ഇപ്പോൾ വലിയ മുന്നറിയിപ്പുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെ നടത്തി തുടങ്ങി ആളുകൾ മാറിപ്പാർക്കണമെന്ന് PC വിഷ്ണു എന്നാണ് ജില്ലയിൽ ചുമതലയുള്ള മന്ത്രി. അതുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ നിർബന്ധമായി മാറി താമസിക്കണം എന്നാണ് അറിയിപ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് റാന്നി വീണ്ടും ജാഗ്രതയിലേക്ക് കടക്കുകയാണ്. റാന്നിയിൽ പത്തനംതിട്ട ജില്ലയിലെ മഴയുടെ സാഹചര്യം അവസാനിക്കുന്നില്ല. ഇന്നലെ രാത്രി ഒക്കെയും പുലർച്ചെയൊക്കെ അതിശക്തമായ മഴ ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. കോഴഞ്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഈ ഒഴുകിയെത്തുന്ന ജലത്തിനോടൊപ്പം തന്നെ ഈ പെയ്ത്ത് മഴവെള്ളം കൂടെ അവിടെ ആ പ്രദേശത്ത് പെയ്യുന്ന മഴയുടെ വെള്ളം കൂടെയാകുമ്പോഴത്തേക്ക് സ്ഥിതി അതീവ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു പ്രദേശം അപ്പർ കുട്ടനാട് മേഖലയായിരിക്കുന്ന തിരുവല്ല, പെരിങ്ങര, ചാത്തങ്കേരി, നെടുമ്പുറം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതിൽ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാത ഇതിനോടകം തന്നെ അടച്ചിരിക്കുകയാണ്. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളുടെ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഗതാഗതം ഏതാണ്ട് ഈ ചക്കുളത്തുകാവിനും നെടുമ്പുറത്തിനും ഇടയ്ക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം അടച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നു. എന്നാലും ജനങ്ങൾ കരുതൽ പാലിക്കേണ്ടതാണ്, മുൻകരുതൽ എടുക്കേണ്ടതാണ്. ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും കാലാവസ്ഥാ വകുപ്പൊക്കെ നൽകുന്ന മുന്നറിയിപ്പ് കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ഓർമ്മിപ്പിക്കേണ്ടതുള്ളത്. ശരി, സുജൂട്ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.